ഏറ്റവും നല്ല കാൻഡിഡേറ്റ് കെ മുരളീധരൻ നിന്നപ്പോ 30,000 വോട്ടാണ് 33,000 വോട്ടാണ് ഇവിടെ പിടിച്ചത്. ഇനി ചാടിയും ഇടിഞ്ഞും കിടന്നാലും ഇവര് ജയിക്കാൻ പോണില്ല. ഒന്ന് ഇതേ ശബരിനാഥ് ഒരു കോർപ്പറേഷൻ ഇലക്ഷനിൽ ഞങ്ങളുടെ ചെറിയ സ്ഥാനാർത്ഥിയുടെ മാർജിനിലാണ് തോറ്റത്. എത്ര 63 വോട്ടിനാണ് ജയിച്ചു കയറിയത്. ആ ശബരിനാഥ് ആ വാർഡിൽ 50% പോളിംഗ് ഉള്ളൂ. അതുപോലെ അറിയാനാണ് സംസാരിക്കുന്നത്. ആ ശബരിനാഥാണ് നേമം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോണെന്ന് വലിയ പാടാണ് കേട്ടോ. ഒരിക്കലും രക്ഷയില്ല, ഒരിക്കലും. 3000 വോട്ടിന് താഴെയുള്ള വാർഡുകളാണ് ഇവർ ജയിച്ചു വന്നത്. ഞങ്ങൾ ജയിച്ചു വന്നത് 15, 17, 19 വോട്ടുകൾക്കാണ്. സാറേ, ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏതൊക്കെ പ്രദേശത്ത് ഏതൊക്കെ മണ്ഡലത്തിലാണ് പ്രവർത്തനമുള്ളത്? എവിടെയൊക്കെയാണ് പ്രവർത്തനമുള്ളത്? ഒരു മേഖലയിലുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി ആയതുകൊണ്ട് BJP-ക്കാർ തന്നെ തോപ്പിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് ഒരിക്കലുമില്ല. 70% ആൾക്കാർ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അതിൽ ആർക്ക് ഇപ്പൊ NDAക്ക് വീട് വോട്ട്? NDAക്ക് എതിരായിട്ടുള്ള ചന്ദ്രശേഖർ സംശയമില്ല. കോൺഫിഡൻസിലാണ് BJP. ഇവര് പറയുന്ന സംഭവം ശരിയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് ഭരിക്കേണ്ടത് UDF ആണ്. ജനങ്ങൾ BJP വിശ്വാസത്തിൽ എടുത്തു കഴിഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നത്. ഒരു മാറ്റമില്ല. ഈ രണ്ട് മുന്നണിയും പരാജയപ്പെടും. NDAയും പരാജയപ്പെടും, കോൺഗ്രസും പരാജയപ്പെടും. ജനകീയനാണ്. ജനങ്ങളുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന 10 വർഷമായി ജനങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലകളും പരാജയമാണ്. കയറ്റം നമ്മുടെ മാർക്കറ്റിൽ പോയാൽ തന്നെ അറിയാമല്ലോ. മലർപ്പൊടി സ്വപ്നമാണത്. മുതലാളിക്ക് ആരും വോട്ട് ചെയ്യില്ല. BJP-ക്ക് 1 കിലോ മുളവിന് 480 രൂപ. 1 കിലോ മുളവിന്. നമുക്ക് കാണാം. BJP-ക്കാരെ വോട്ട് ചെയ്യില്ല. വികസനമാണ് ആ ജനങ്ങൾ